പി.ജെ. ജോസഫ് സാറിനോട് ഒരു കാരണവശാലും കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനത്തെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഇതൊരു മര്യാദകേടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. യു.ഡി.എഫിന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫിനെ ഇതേപോലെ അവഗണിച്ച് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കടുത്ത അനീതിയായിരിക്കും ആ പാർട്ടിയോട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിനോടെന്നുള്ളതല്ല, പി.ജെ. ജോസഫ് എന്നുള്ള ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു നീതികേടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു ഘടകകക്ഷി മര്യാദ എന്ന് പറയുന്നത് അത് കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. നമസ്കാരം. ജോസഫ് ഗ്രൂപ്പും യു.ഡി.എഫും തമ്മിലുള്ള ചർച്ചകളിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ജോസഫ് ഗ്രൂപ്പിന്റെ നിലപാട് എന്തായിരിക്കും? പി.ജെ. ജോസഫ് സാറിനോട് ഒരു കാരണവശാലും കോൺഗ്രസ് നേതാക്കന്മാർ ഇങ്ങനത്തെ ഒരു കൊടുംചതി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. 10 സീറ്റിലാണ് കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചത്. ഈ 10 സീറ്റുകളിൽ നിന്ന് 4 സീറ്റ് എന്ന ഒരു നിർദ്ദേശം മുൻപോട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ക്രൂരതയാണ്. 1-2 സീറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ഘടകകക്ഷി മാന്യതയിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് 4 സീറ്റ്, അതായത് 6 സീറ്റ് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി കടന്ന കൈയാണ്. പ്രത്യേകിച്ച് മധ്യ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അവരുടേതായിട്ടുള്ളൊരു ചെറിയ സാന്നിധ്യം ഇല്ല എന്നൊന്നും നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അവർക്ക് കോട്ടയത്ത് നിന്ന് MP ഉണ്ട്, കടുത്തുരുത്തിയിൽ നിന്ന് MLA ഉണ്ട്, തൊടുപുഴയിൽ നിന്ന് MLA ഉണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു പാർട്ടിയെ ഈ പറയുന്ന ഞാൻ പറയുന്ന അടിത്തട്ടിൽ ഇപ്പോൾ ബൂത്ത് തലങ്ങളിലൊന്നും വലിയ കമ്മിറ്റികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും കുറച്ചൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി സംവിധാനത്തോടു കൂടി പ്രവർത്തിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ ഈ 4 സീറ്റുകളിലേക്ക് ഒതുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് കാണിക്കുന്ന ഏറ്റവും വലിയൊരു തെമ്മാടിത്തരമാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് അണികളില്ല എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങിയത് വൈറ്റ്സ് ഓൺ TV ന്യൂസ് തന്നെയാണ്. നമ്മൾ തന്നെയാണ് ഏറ്റവും ആദ്യം പറഞ്ഞു തുടങ്ങിയത്. അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റി തന്നെയാണ്. പക്ഷെ അപ്പോഴും നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇതിനകത്ത് കോൺഗ്രസ് ഇപ്പോൾ കാണിക്കുന്നത് വിഡ്ഢിത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഡ്ഢിത്തരമാണ് എന്ന് പറയേണ്ടി വരും. വിഡ്ഢിത്തരമല്ല എന്ന് ചോദിച്ചാൽ വിഡ്ഢിത്തരം അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതെന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി സീറ്റ്, അതോടൊപ്പം തന്നെ കോതമംഗലം സീറ്റ്, കുട്ടനാട് സീറ്റ്, ഏറ്റുമാനൂർ സീറ്റ്, ചങ്ങനാശ്ശേരി സീറ്റ്, തിരുവല്ല സീറ്റ്, ഈ 6 സീറ്റുകളാണ് കോൺഗ്രസ് ഏറ്റെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അവിടെ തൃക്കരിപ്പൂര്, ഇരിങ്ങാലക്കുട ഉൾപ്പെടെയുള്ള സീറ്റുകളിലും ഇവർ കണ്ടുവച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടനാട്, കോതമംഗലം, കടുത്തുരുത്തി, തൊടുപുഴ, ഈ 4 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള 6 മണ്ഡലങ്ങളും കോൺഗ്രസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മര്യാദകേടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കോൺഗ്രസ് പറയുന്ന നിലപാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 6 സീറ്റുകൾ ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിന്നാൽ മാത്രമേ അവിടെ വിജയസാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഒരു കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇടുക്കിയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം അവിടെ വെട്ടിച്ചാകുന്ന ഒരവസ്ഥ കോൺഗ്രസിന് കാണേണ്ടി വരും. കാരണം സുനിൽ കരകലൂർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടൊക്കെ കറക്റ്റാണ്. ഇടുക്കി ജില്ലയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയിക്കും. പക്ഷെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് കൂടി കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം പുനഃപരിശോധിക്കണം. കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയാണ് ഇടുക്കിയിൽ വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുക എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MLA ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്ന ആളുകളാണ് അവിടെ കൂടുതലായിട്ടും. ഇപ്പം ഞാൻ അതിനകത്ത് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് ജോയി വെട്ടിക്കുഴി. ഈ ജോയി വെട്ടിക്കുഴി കൂടാതെ തന്നെ എത്രയോ ആളുകൾ പിന്നീട് പറയാം, സേനാപതി വേണു തുടങ്ങി ഇങ്ങനെ കുറേ അധികം ആളുകൾ അവിടെ കിടക്കുകയാണ്. PJ അഗസ്തി എന്ന് പറയുന്ന നേതാവുണ്ട്. അദ്ദേഹം പോലും രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നതാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുമായിട്ടുള്ള ചർച്ചയെ തുടർന്നിട്ട് അദ്ദേഹവും വീണ്ടും സജീവമായിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഗ്രസിനകത്ത് സീറ്റ്, ഇടുക്കി സീറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഒരു ഗ്രൂപ്പ് വൈരം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ UDFന്റെ പ്രകടനത്തെക്കാൾ മോശമായൊരു പ്രകടനത്തിലേക്ക് പോകാൻ മാത്രമേ ഇടുക്കിയിൽ സഹായകരമാവുകയുള്ളൂ. മറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ തന്നെ ഏതെങ്കിലും നല്ലൊരു നേതാവോടെ മത്സരിക്കുകയാണെങ്കിൽ, ഒരു ഷാപ്പു ജോൺ ജോസഫ് തന്നെ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഒരു കനത്ത മത്സരം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും. അതിനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറാവേണ്ടത്. മറിച്ച് UDFന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിൽ ഒന്നായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫിനെ ഇതേപോലെ അവഗണിച്ച് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കടുത്ത അനീതിയായിരിക്കും ആ പാർട്ടിയോട്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫിനോടെന്നുള്ളതല്ല, പി.ജെ. ജോസഫ് എന്നുള്ള ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനോട് കാണിക്കുന്ന
ഏറ്റവും വലിയൊരു നീതികേടാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. ഇത് കൂടാതെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പി ജെ ജോസഫ് സാറിൻ്റെ പ്രായാധിക്യമാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പി ജെ ജോസഫ് സാറിന് ശേഷം ഈ പാർട്ടി എന്ന് പറയുന്നത് ഒരു ബിഗ് സീറോയിലേക്ക് പോകും എന്നുള്ളതാണ് പല ആളുകളുടെയും വിലയിരുത്തൽ. ഇത് പല ആളുകളുടെയും വിലയിരുത്തൽ അല്ലെങ്കിൽ സുനിൽ കനകലൂരിൻ്റെ വിലയിരുത്തലാണിത്. കാരണം സുനിൽ കനകലൂരിനെ സംബന്ധിച്ചിട്ട് അവരുടെ ടീം അംഗങ്ങൾ എല്ലാ പാർട്ടികളെക്കുറിച്ചും കൃത്യമായ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്, RSPയെ കുറിച്ച്, JSSനെ കുറിച്ച്, ഫോർവേഡ് ബ്ലോക്കിനെ കുറിച്ച്, അതിനകത്തുള്ള എല്ലാ പാർട്ടികളെക്കുറിച്ചും കൃത്യമായ ഒരു പഠനം നടത്തി ഈ പറയുന്ന ആളുകൾക്കൊക്കെ എന്തൊക്കെ സ്വാധീനം എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടാണ് AICC നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ KPCC നേതൃത്വത്തിനും കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജോസഫ് ഗ്രൂപ്പിനോട് ഇപ്പോൾ ഇവർ അനീതി എന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലെ പ്രവർത്തകർക്ക് തോന്നിക്കത്തക്ക രീതിയിലുള്ള ഒരു ആക്ഷൻ ടേക്കപ്പ് ചെയ്യാനായിട്ട് കോൺഗ്രസിനെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. എങ്കിലും ഈ ഇടുക്കിയുടെ കാര്യത്തിലൊക്കെ നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിലാണ് വരുന്നതെങ്കിൽ അവർ തന്നെ പരസ്പരം വെട്ടി തോൽപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് തന്നെ സീറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാക്കിയുള്ള എല്ലാ ഘടകകക്ഷികളുമായിട്ട് ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി, സീറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കി. അതിന് സീറ്റ് ചർച്ച നടത്തേണ്ട അധികം പാർട്ടികളൊന്നും ഇല്ല. അവിടെ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റ് ചർച്ചകൾ നടത്തി കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി UDFന്റെ സീറ്റ് ചർച്ചകൾ പൂർത്തിയായി എന്ന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ കൂട്ടത്തിൽ പരിഗണിക്കേണ്ട ഒരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ മൈൻഡ് പോലും ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം അവരെ ഇനിയിപ്പോൾ നാളെ തുടങ്ങി കേരള യാത്ര ആരംഭിക്കുകയാണ് VD സതീശൻ്റെ കേരള യാത്ര 22-ാം തീയതി കണ്ടാണ് സമാപിക്കുന്നത്. ഇനി 22-ാം തീയതി, അതായത് 17 ദിവസത്തിനുള്ളിൽ യാതൊരുവിധ ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഈ 17 ദിവസവും ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ഈ 10 മണ്ഡലങ്ങളിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികൾ തങ്ങൾക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ള ആദി പൂണ്ട് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അവർക്ക് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോലും സാധിക്കത്തില്ല. അവസാന നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആഗ്രഹിച്ചാലും അത് നടത്താതിരിക്കുക. അതായത് വൈകിപ്പിക്കും തോറും എന്താ സംഭവിക്കുക, ഇലക്ഷനോട് അടുക്കും തോറും ഒരു രാഷ്ട്രീയ മാറ്റം നടത്താനൊന്നും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സാധിക്കാത്ത അവസ്ഥ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൊണ്ടുപോയി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ചാടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഈ കോൺഗ്രസ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയും മുതിർന്ന ഒരു നേതാവിൻ്റെ പാർട്ടിയോട് ഇതുപോലെയുള്ള ഒരു പെരുമാറ്റം ഒരു കാരണവശാലും കോൺഗ്രസ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. കാരണം കാര്യം ശരിയാണ്, കേരള കോൺഗ്രസിനെ എന്തിനാണ് കോൺഗ്രസ് എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നിൽ ചില വർഗീയ ശക്തികളുടെ കൂടി ഇടപെടലുകൾ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നമ്മൾ ഇതിനു മുമ്പും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിനെ നേതൃത്വത്തെ പോപ്പുലർ ഫ്രണ്ട് ഹൈജാക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് എന്ന് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ഒക്കെ ഒരു മുഖമായിട്ട് നിൽക്കുന്ന ഒരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ അവഗണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ അവഗണിക്കുന്നതിന് തുല്യമല്ല. അത് ആ രീതിയിൽ തന്നെയാണ് സഭയും ആ സഭാവിശ്വാസികളും കാണുക എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ജോസഫ് ഗ്രൂപ്പിന് ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലായൊന്നുമില്ല. അവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ LDFലേക്ക് വേണമെങ്കിൽ വരാൻ വേണ്ടി സാധിക്കും. ഒരു കാരണവശാലും ജോസ് കെ മാണിയോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് MO ഒന്നും ഒരു തരത്തിലുള്ള എതിർപ്പുകളും അവർ വരുന്നതിൽ പ്രകടിപ്പിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അത് കൂടാതെ തന്നെ അവർക്ക് വേണമെങ്കിൽ NDAയിലേക്ക് പോകാം. NDAയിലേക്ക് പോയി കഴിഞ്ഞാലും തൊടുപുഴയും കടുത്തുരുത്തിയും വിജയിച്ച് കയറാനുള്ള വോട്ട് ബാങ്കൊക്കെ ഈ പറഞ്ഞ PJ ജോസഫിൻ്റെ പാർട്ടിക്ക് ഈ 2 നിയോജക മണ്ഡലങ്ങളിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് മുന്നിൽ ഓപ്ഷൻ ഇല്ല എന്നൊന്നും കോൺഗ്രസ് വിചാരിക്കരുത്. ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ അപമാനിച്ചതിന് ശേഷം അവർ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേരള കോൺഗ്രസിനല്ല UDFന് ഏൽക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. അങ്ങനെ അവഗണിച്ച് വിടേണ്ട ഒരാളല്ല. കാരണം ഈ UDF എന്ന സംവിധാനം ആരംഭിക്കുന്ന കാലഘട്ടം മുതൽ ആ ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് PJ ജോസഫ് എന്ന് പറയുന്നത്. ഇടക്കാലം അദ്ദേഹം LDFന്റെ ഭാഗമായിട്ട് നിന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ളൊരു സീനിയർ നേതാവിനെ ഇങ്ങനെ അപമാനിക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പിന്നെ കേരള കോൺഗ്രസ് എമ്മുകാരൊക്കെ ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനത്തെ ഈ വാർത്ത കാണുമ്പോൾ എന്ത് പറയുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാലത്തിൻ്റെ കാവ്യനീതിയാണ്, PJ ജോസഫ് ചെയ്തതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ഉണ്ടാവാം. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല. ഒന്നുമല്ലെങ്കിൽ അവർക്കൊരു MP ഇല്ലേ, അവർ കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിന് വിട്ടുകൊടുത്തത് തന്നെ കൂടുതലായി പോയി എന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല. ഒരു ഘടകകക്ഷി മര്യാദ എന്ന് പറയുന്നത്
അത് കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പക്ഷം. ഇത് കൂടാതെ ഇങ്ങനെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി, അത് പ്രവർത്തകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് UDF സംവിധാനത്തെ ബാധിക്കും, വോട്ടർമാർക്കിടയിൽ അത് പ്രശ്നങ്ങളാവും എന്ന ഒരു യാഥാർത്ഥ്യം കൂടി കോൺഗ്രസ് മനസ്സിലാക്കി വേണം മുൻപോട്ട് പോകാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ഏതൊക്കെയായാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇതേ രീതിയിൽ അപമാനിക്കരുത് എന്നൊരു അഭ്യർത്ഥന കോൺഗ്രസിനോട് നമുക്ക് പറയാനുണ്ട്. ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത് നമ്മളാണ് എന്നുള്ളതിന് ഒരു ചാരിതാർത്ഥ്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഇതേ രീതിയിൽ ഒരു പാർട്ടിയെ അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ പക്ഷം.